എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ത്യൻ തിയേറ്ററിലാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് മൂവിയാണ്. ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് തമിഴ് മൂവി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനിക്ക് മലയാളം സംസാരിക്കാം. അതെ, നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ ചില്ലടിച്ച് വെയിറ്റ് ചെയ്തിരിക്കാം. പക്ഷേ ആൾക്കാരെ ഒന്നും കാണാനില്ല. നമ്മൾ ഇതിനു മുമ്പ് ഈ തിയേറ്ററിൽ മൂവീസ് കാണാൻ വന്നപ്പോൾ കുറേ ആൾക്കാരും ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര ചില്ലാണ്. ചിലപ്പം നേരത്തെ വന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. என் பேரு கருப்பு, வேட்ட கருப்பு. அப்ப நான் தான் சிவன், விக்னேஸ்வன். உங்களை கடவுளா நினைச்சு நீதி கேட்டு கூட்டுக்கு வரவன கோயில் வாசல்ல நிக்க வச்சிடாதீங்க. அப்படி நிக்க வச்சா സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ പൊളിറ്റിക്കൽ ആ ഒരു ഇതുണ്ടല്ലോ, ആ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ എലക്ഷൻ റിസൾട്ടുമായിട്ടൊക്കെ നല്ല കണക്ഷനുള്ള നല്ല കണക്ഷനല്ല, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൂവിയുടെ ഫുൾ എന്ന് പറയുന്നത്. അതുപോലെ രസമുണ്ട്. നമുക്ക് എമോഷണലി ആണെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മൂവി ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ കൃഷിയുണ്ട്, സിനിമയുണ്ട്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ ബാലാജിയാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. പുള്ളി ഇതിനകത്ത് വില്ലൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയും അടിപൊളിയാണ്. പുള്ളിയുടെ സിനിമയൊക്കെ എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് പുള്ളിയുടെ. നമുക്ക് കുറേ രസമാണ് കാണാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഇതൊരു വീഡിയോയുമായി ഉടനെ വരാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. auf Wiedersehen.